2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5000-ന് താഴെ മാർജിനിൽ മാത്രം LDF വിജയിച്ച മണ്ഡലങ്ങൾ കൃത്യമായി ഓരോന്നായി പരിശോധിച്ച് വരികയാണ് ഐക്യജനാധിപത്യ മുന്നണി. കൃത്യമായും 5000-ന് താഴെ വോട്ടുകൾക്ക് ജയിച്ച മണ്ഡലങ്ങളിൽ വലിയ തോതിൽ ശക്തമായ പ്രവർത്തനം നടത്തിയാൽ അത് തിരിച്ചു പിടിച്ചെടുക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ഉദാഹരണത്തിന് കണ്ണൂർ നിയോജക മണ്ഡലം. അവിടെ കഴിഞ്ഞ 2 തവണയായി സതീശൻ പാച്ചേനി വെറും നിസാര വോട്ടുകൾക്കാണ് പരാജിതനായിട്ടുള്ളത്. അത്തരത്തിൽ നിരവധിയായ മണ്ഡലങ്ങൾ ഉണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആ മണ്ഡലങ്ങളെല്ലാം തിരിച്ചു പിടിക്കാൻ ശേഷിയുള്ളവ തന്നെയാണ്. അതിനുശേഷം 10,000 വോട്ടുകളുടെ മാർജിനിലേക്ക് പോകുന്ന മണ്ഡലങ്ങൾ, 10,000-ന് മുകളിലുള്ള മണ്ഡലങ്ങളിലാണ് അട്ടിമറി വിജയം സാധ്യമാക്കുക എന്നത് ഭഗീരഥ പ്രയത്നമായി ഉള്ളത്. മറ്റ് മണ്ഡലങ്ങളിലെല്ലാം ശക്തമായി പ്രവർത്തിച്ചാൽ തിരിച്ചു പിടിക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് കരുനാഗപ്പള്ളിയിലെ MLA ആയ CR മഹേഷ്. അദ്ദേഹം 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേവലം 1200 വോട്ടുകൾക്കാണ് CPI സ്ഥാനാർത്ഥിയോട് പരാജയപ്പെട്ടതെങ്കിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം 30,000 വോട്ടിൻ്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ, കരുനാഗപ്പള്ളി ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം അവിടെ നിന്ന് വെന്നിക്കൊടി പാറിച്ചത്. ഇത്തരത്തിൽ ഒരു ടാസ്കിലേക്ക് കോൺഗ്രസ് നേതൃത്വം ഇറങ്ങിയാൽ മാത്രമേ ഈ ഒരൊറ്റ കൊല്ലം കൊണ്ട് വലിയ തോതിൽ പിണറായി സർക്കാരിനെയും പിണറായിയുടെ ധാർഷ്ട്യത്തെയും കീഴ്മേൽ മറിക്കാൻ കഴിയുകയുള്ളൂ. കെ സുധാകരൻ അധ്യക്ഷ പദവിയിൽ നിന്നും ഇറങ്ങിയിട്ടും അദ്ദേഹം പ്രവർത്തനങ്ങൾ ഇപ്പോഴും ഏകോപിപ്പിക്കുകയാണ്. കാരണം അദ്ദേഹം AICCയുടെ സ്ഥിരം ക്ഷണിതാവായി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന് കൃത്യമായി പാർട്ടിക്കുള്ളിൽ ചെയ്യാൻ കഴിയുന്ന ചടുലമായ നീക്കങ്ങളുണ്ട്. അത് അദ്ദേഹത്തിന് മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് കൃത്യമായി അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രവർത്തിച്ചിട്ടുള്ള ഇപ്പോഴത്തെ KPCCയുടെ അധ്യക്ഷനായ സണ്ണി ജോസഫിന് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് കെ മുരളീധരൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ പറഞ്ഞത് കെ സുധാകരൻ കോൺഗ്രസിനകത്തെ തലക്കനമുള്ള നേതാവാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ രീതിയിലുള്ള വിലപ്പെട്ട നിർദ്ദേശങ്ങളും ഓരോ പ്രവർത്തകരും സ്വീകരിക്കേണ്ടതായുണ്ട്. അതുമാത്രമല്ല, കണ്ണൂർ രാഷ്ട്രീയത്തിൽ പയറ്റിത്തെളിഞ്ഞ ഒരു വ്യക്തിക്ക് കേരളത്തിൽ എവിടെ നിന്നാലും വിജയിക്കാൻ കഴിയും, എവിടെ നിന്നാലും അട്ടിമറി സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. അത് കൃത്യമായി തൻ്റെ പിതാവ് കണ്ണൂർകാരനായതുകൊണ്ട് തന്നെ, കരുണാകരൻ എന്ന വ്യക്തി കണ്ണൂർ ജില്ലയിൽ ജനിച്ച വ്യക്തിയായതുകൊണ്ട് തന്നെ കണ്ണൂരിൻ്റെ പൊതു സ്വഭാവം തനിക്കറിയാം എന്നുള്ളത് തന്നെയാണ് കെ മുരളീധരൻ പറയുന്നത്. എന്നാൽ രാഷ്ട്രീയപരമായി പല നേതാക്കളും മുക്കലും മുരളിലുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള നേതാക്കൾ പരസ്യമായി അവരുടെ ലാഭം നോക്കി മാത്രം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ്. അതിലൊന്നാണ് കൊടിക്കുന്നിൽ സുരേഷ്, മറ്റൊരാളാണ് ആൻ്റോ ആൻ്റണി. ഇത്തരത്തിൽ വലിയ രീതിയിൽ സങ്കുചിത ചിന്താഗതിയോടെ മുന്നോട്ട് പോകുന്നവരാണ് ഇവരൊക്കെ. ഇവരാരും തന്നെ യഥാർത്ഥത്തിൽ അവരുടെ മണ്ഡലങ്ങളിൽ നിന്ന് പ്രവർത്തിക്കുന്നില്ല. കൊടിക്കുന്നിൽ സുരേഷ് ഒന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാര്യമായ പ്രവർത്തനം നടത്താറില്ല. എന്നാൽ കൊടിക്കുന്നിൽ സുരേഷിന് വേണ്ടി ഫ്ലക്സും ബാനറും ഒക്കെ കിട്ടിയ സാധാരണക്കാരായ പ്രവർത്തകരെ വിജയിപ്പിക്കേണ്ട തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു MPയോ MLAയോ മാറി നിന്നാൽ അവർക്ക് അടുത്ത തവണ ടിക്കറ്റ് കിട്ടില്ല എന്ന് കൃത്യമായി തന്നെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് KPCC.